നിങ്ങൾക്ക്? നിന്നോട് അരിയാഹാരം കഴിക്കാൻ ആരാ പറഞ്ഞത്? അതിനി ആരെങ്കിലും പറയണോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ നിങ്ങളുടെ അനുവാദം എന്തിനാ? നിനക്കെന്താ ഭ്രാന്താണോ? നിന്നോട് വ്രതം എടുക്കണോന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? വ്രതം എടുക്കുന്നവര് അരിയാഹാരം കഴിക്കാൻ പാടില്ല. മത്സ്യവും മാംസവും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. കട്ടിലിൽ കിടക്കരുത്. വെറും നിലത്ത് പുൽപ്പ വിരിച്ച് വേണം കിടക്കാൻ. ചൂടുവെള്ളത്തിൽ കുളിക്കാമോ? അല്ല, അതാ എനിക്ക് ശീലം. ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പാടില്ല. നല്ല തണുത്ത വെള്ളത്തിലേ കുളിക്കാവൂ. എനിക്ക് സൗകര്യമില്ല നിങ്ങൾ പറയുന്ന അനുസരിക്കാൻ. ഇവിടെ കഴിക്കാൻ പറ്റില്ലെങ്കിലേ ഞാൻ പുറത്തു പോയി കഴിക്കും. അവരുടെ ഒരു വ്രതം. നിക്കടിയോടെ എന്തെങ്കിലും ചോദിച്ച ഉടനെ തർക്കുത്തരം പറഞ്ഞോടി. എന്നോട് ഞാൻ വ്രതം നിൽക്കാൻ പറഞ്ഞാണോടി? എന്നിട്ട് നീ എന്തിനാടി അരിയാഹാരം കഴിച്ചത്? അരിയാഹാരവും നീ വറുത്തതും എല്ലാം കൂടെ അവള് കഴിച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് നോക്കാം. പറഞ്ഞ അനുസരിച്ചില്ല ഒന്നുകളെ ഞാൻ. എനിക്ക് എന്റെ സ്വർണം തിരിച്ചു കിട്ടണം. അതുവരെ നീ വ്രതത്തിലായിരിക്കണം. നിങ്ങളുടെ സ്വർണം കിട്ടിയില്ലെങ്കിലോ? കിട്ടും. നീ കൃത്യമായിട്ട് വ്രതം എടുത്ത് അത് തിരിച്ചു കിട്ടും. അടുത്ത തന്നെ ഡിവോഴ്സ് കിട്ടി ഞാൻ ഇവിടുന്ന് പോവും. വേറെടുത്ത് ചെന്നാലും ഞാൻ ഈ വ്രതം തുടരണോ? ഞാൻ അറിയാൻ വേണ്ടത്തോട് ചോദിക്കാം. ഡിവോഴ്സ് കിട്ടുന്നതിന് മുമ്പ് എനിക്ക് എന്റെ സ്വർണം കിട്ടിയിരിക്കണം. എടുത്തവര് തന്നെ അത് തിരിച്ചു തരും. അതിന് കിട്ടാൻ പോകുന്നില്ല. അത് വിറ്റ് പോയി കാണും. അതെങ്ങനെ നിനക്കറിയാം? നീ ആന്നോടി സ്വർണം എടുത്തത്? ഞാനല്ല. പിന്നെ നിനക്കെങ്ങനെ അറിയാം സ്വർണം വിറ്റുപോയെന്ന്? ഞാൻ ഊഹിച്ചു. നീ ഊഹിച്ചോ? നീ ഊഹിക്കരുത്. ഇനി നീ ഊഹിക്കരുത് കേട്ടോടി. സത്യം പറ, നിങ്ങൾക്ക് മട്ടുണ്ടോ? അതോ നിങ്ങൾ ഫുൾ അഭിനയാണോ? വട്ട എനിക്കല്ല, നിനക്കാ. വ്രതത്തിന്റെ കാര്യം മറന്നു പോയേക്കല്. മറന്ന എന്താ ചേച്ചി, എന്നാ നീ വീട്ടിലേക്ക് പോകുന്നേ? എന്താ ചേച്ചി, എന്നെ പറഞ്ഞുവിടാൻ തിടുക്കമായോ? അയ്യോ, അതുകൊണ്ടൊന്നല്ല. ഓണമല്ലേ, നീ എന്തായാലും വീട്ടിലേക്ക് പോവല്ലോ. പോകുമ്പോ ഒന്ന് അറിയിക്കണമെന്ന് പറയാനായിട്ട് ചോദിച്ചാ. അവിടെയുള്ളവർക്ക് കുറച്ച് കായ വറുത്തതും ശർക്കര വരട്ടിയൊക്കെ മേടിച്ച് തന്നുവിടാനാ. ഞാനിത്തവണ പോകുന്നില്ല. എന്റെ ഓണം ഇക്കൊല്ലം ഇവിടെയാ, നിങ്ങൾക്കൊപ്പം. അതിനിവിടെ ഓണം ഇല്ലല്ലോ പ്രിയേ. നിത്യ മരിച്ചിട്ട് ഒരു കൊല്ലം ആയിട്ടില്ല. അമ്മയും ഇല്ല. പിന്നെ ഇങ്ങനെ ഓണം ആഘോഷിക്കുന്ന? ആഘോഷിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അല്ലപ്പോ വീട്ടിലുള്ളവരൊക്കെ തിരക്കില്ലേ? അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ നീ അവിടെ ചെല്ലണമെന്നും അവരുടെ കൂടെ ഓണം ഉണ്ടെന്നൊക്കെ? ഞാനിപ്പോ അവിടുത്തെ അല്ല ചേച്ചി, ഇവിടുത്തെയാ. ഇതാ എന്റെ വീട്. അയ്യോ, എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല. അവസാനം ഞങ്ങളെ നിന്റെ ഏട്ടൻ കുറ്റപ്പെടുത്താൻ ഇടവരരുത്. അതൊരിക്കലും ഉണ്ടാവില്ല. എന്റെ ഇഷ്ടം എന്താണോ അതാ ഏട്ടന്റെ ഇഷ്ടം. ശരത്ത് എന്തായാലും ഓണത്തിന് മുൻപേ ഇറങ്ങാൻ സാധ്യതയില്ല അല്ലേ ചേച്ചി? അതിനുള്ള വഴിയൊന്നും ഞാൻ കാണുന്നില്ല. അവന്റെ ഓണം ഇത്തവണ എന്തായാലും ജയിലിനുള്ളിലായിരിക്കും. അടുത്തെങ്ങും അവന് ജാമ്യം കിട്ടരുത്. അവിടെ കിടക്കണം.
അതിനുള്ള മാർഗം ഞാനിപ്പോ നോക്കുന്നത്. കേസുകൾ ഇങ്ങനെ ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കണം. ഒരു കേസിൽ ജാമ്യം കിട്ടിയാലും അടുത്ത കേസിൽ അറസ്റ്റ് നടക്കണം.